ഇസ്രായേലിലെ ഹൈഫ നഗരം ഇറാൻ പൊരിച്ചെടുക്കുകയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 2-3 ദിവസമായി നിരന്തരം മിസൈൽ ആക്രമണം, ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈൽ, ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്തിൻ്റെ പെരുമയെ തീർക്കുന്നു എന്ന റിപ്പോർട്ട് ഇസ്രായേലിൽ നിന്ന് തന്നെ പുറത്തു വരുന്നു. ഇവിടെയാണ് അവരുടെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന തുറമുഖമുള്ളത്. ആ സീപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 100-ലധികം കപ്പലുകൾ നിത്യേന എന്നോണം വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ് ഹൈഫ തുറമുഖം എന്ന് പറയുന്നത്. രാജ്യത്തിന് ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ് അല്ലെങ്കിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതും രാജ്യം നിർമ്മിക്കുന്ന എല്ലാവിധ വസ്തുക്കളും മറ്റ് വിപണിയിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മേഖല കൂടിയാണ് ഹൈഫ തുറമുഖം എന്ന് പറയുന്നത്. അതിൻ്റെ നഗരപ്രാന്ത പ്രദേശത്തും യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സ്ഥിതി കാര്യങ്ങൾ. ഈ മേഖലയിലേക്ക് വാഹനങ്ങൾ വഴിയും മറ്റ് മാർഗങ്ങൾ വഴിയിലൂടെയും കപ്പലിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പിന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിൽ നിന്ന് വല്ലാതെ അകലത്തിൽ അല്ലാതെയാണ് അവിടുത്തെ യാൻസ്ട്രൂമാൻ എന്ന് പറയുന്ന ജെറാൾഡ്സ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലേക്ക് അടുക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അതിശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണത്താൽ ഈ ഭാഗത്തിന് ആകപ്പാടെ തീ പിടിച്ചിരിക്കുക. തീയും പുകയും അല്ലാതെ ഹൈഫ നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഏറെക്കുറെ 100% ചില മേഖലകളിൽ അവരുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം, ആരോ എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം എല്ലാം തകർന്നിരിക്കുകയാണ്. ആദ്യാദ്യ ഘട്ടത്തിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ആദ്യാദ്യ ഘട്ടത്തിൽ ശക്തമായ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അതൊക്കെ കേട്ടിരിക്കുന്ന കാര്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പ്രതിരോധിച്ചു, പകരം ഇറാൻ ആക്രമിച്ചത് ഫലം കാണുകയും ചെയ്തു. അവിടുന്ന് ഇറാനിൽ നിന്ന് ആളുകളുടെ മരണങ്ങൾ 1000-ന് മേലെ ഇപ്പോൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത്രയും വലിയ മരണങ്ങൾ നടക്കുന്നു, ഓഫീസ് സമുച്ചയം പൊട്ടുന്നു, സൈനിക മേഖല ആക്രമിക്കുന്നു, പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ സർവ്വ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഈ തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു ആദ്യത്തെ 1, 2, 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് 10ാം ദിവസമാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. ആ 3 ദിവസം കഴിഞ്ഞ സമയത്തൊക്കെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ശക്തി കുറഞ്ഞിരിക്കുന്ന മിസൈൽ ഉപയോഗിച്ചും അതേപോലെ തന്നെ ഈ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കാത്ത മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഏത് തരത്തിലുള്ള ആക്രമണമാണെങ്കിലും രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രതിരോധിക്കുക എന്നുള്ളത് ഈ അയൺ ഡോമിൻ്റെ ധർമ്മമാണ്. ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിൽ രാജ്യത്തിൻ്റെ അകത്തേക്ക് കയറി വരുന്ന ഡ്രോൺ ആണെങ്കിലും മിസൈൽ ആണെങ്കിലും അതിനെ പ്രതിരോധിച്ച് നശിപ്പിക്കും, പൊട്ടിക്കും, ആകാശത്ത് വെച്ച് പൊട്ടിച്ചെതറിപ്പിക്കുക ചെയ്യും. അതിൻ്റെ ചീളുകളാണെങ്കിൽ തെറിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അത് താഴ്ന്ന് പറക്കുന്ന സമയത്ത് ചീളുകൾ തെറിക്കുന്ന സമയത്താണ് കൂടുതൽ അപകടം ഉണ്ടാവുക. അതിശക്തമായിരിക്കും. ഏറ്റവും മേൽഭാഗത്താണെങ്കിൽ അത്ര ശക്തി കുറയും, പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് അതിനനുസരിച്ച് അങ്ങനെ ശക്തി കുറയും. അപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന അയൺ ഡോം സംവിധാനങ്ങൾ പാടെ നിശ്ചലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ ആക്രമിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അവർ ആക്രമിക്കുന്നു എന്നല്ല, ആ മേഖല അപ്പാടെ തീ പിടിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നാണ് ഈ മിസൈലുകളൊക്കെ പൊന്തി വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു രഹസ്യാന്വേഷണം അമേരിക്ക നടത്തിയിരുന്നു. അതിലവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പാറക്കെട്ടിനടിയിൽ നിന്നും പർവ്വതങ്ങൾക്കടിയിൽ നിന്നൊക്കെയാണ് ഇവർ മിസൈൽ വിന്യാസം നടത്തുന്നത്. യുദ്ധവിമാനങ്ങൾ പോലും യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കടലിൻ്റെ അടിഭാഗത്തുണ്ട് എന്ന് പറയുന്നു. ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുകയും അവർ പഠിക്കുകയും ചെയ്തിരിക്കുന്ന ഇറാനല്ല യഥാർത്ഥ ഇറാൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് അതിശക്തമാണ്, ലോകോത്തര നിലവാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ ലോകത്തിലെ ഈ നിലവിലുള്ള ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം. തൊട്ടടുത്ത് തന്നെ വല്ലാതൊന്നും വൈകാതെ തന്നെ ഇസ്രായേലും ഉണ്ട്. ഈ 2 ശക്തിയുള്ള രാജ്യവുമാണ് ഇറാൻ ഇപ്പോൾ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് വിവരിക്കുന്ന സമയത്ത് ആളുകളുടെ എണ്ണം കൂടുതൽ മരിച്ചത് ഇറാനിലാണെങ്കിലും എല്ലാവിധ ഈ സംവിധാന കാര്യങ്ങളും തകർക്കപ്പെട്ടത് അമേരിക്കയുടേതാണ്. അത് അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് അവരുടെ എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും പൊടിച്ചെടുത്തു എന്നുള്ള തരത്തിലാണ്. ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ നിരന്തരം അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറാൻ ആക്രമിക്കാച്ച അവർക്ക് വലിയ താല്പര്യമാണ്, പ്രത്യേകിച്ച് ഇസ്രായേലാകുന്ന സമയത്ത്. അതുകൊണ്ട് സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അവരുടെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതും അതിനോടനുബന്ധിച്ച് തന്നെ ദീർഘകാല യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പറയുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം തുടരും.
അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ ബേസും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം തുടരും. ഇവിടെ എന്തിനാണ് ഗൾഫ് മേഖല ആക്രമിക്കുന്നത്? നിങ്ങൾ ഗൾഫ് മേഖലയെ അല്ല ആക്രമിക്കുന്നത്, അവരുടെ സൈനിക ബേസിനെയും സൈനിക കേന്ദ്രത്തെയുമാണ് ആക്രമിക്കുന്നത്. അതിൻ്റെ കാര്യം അവരുടെ ഭാഗത്തു നിന്ന്, ആ രാജ്യത്തിൽ നിന്ന് തങ്ങൾക്ക് നേരെ ഇപ്പോഴും ആക്രമണം നടക്കുന്നുണ്ട്. അത് അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും എന്നുകൂടി അവർ അതിൻ്റെ ഇടെ കൂട്ടിച്ചേർക്കുകയാണ്. യുദ്ധം എപ്പോഴാണ് അവസാനിപ്പിക്കുക എന്ന് തീരുമാനിക്കുന്നത് തങ്ങളാണ് എന്നുള്ളത് ഇറാൻ ആവർത്തിച്ച് പറയുന്നു. ഇനിയും ഒരു വർഷമെങ്കിലും യുദ്ധം ചെയ്യാൻ മാത്രം ശക്തിയും ബലവും തങ്ങൾക്കുണ്ടെന്നും തങ്ങളുടെ ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും നഷ്ടപ്പെട്ട ആയുധങ്ങൾക്ക് പകരം നിർമ്മിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. അത് തകർക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാര്യം അത് ഒരിടത്തോ രണ്ടിടത്തോ 10 അല്ല, ഇഷ്ടംപോലെ ഇടങ്ങളിൽ, അത് ആർക്കും മനസ്സിലാകാത്ത മേഖലകളിൽ യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന റിപ്പോർട്ട് ഇപ്പോൾ ഇറാൻ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് തിരഞ്ഞു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗസയിലുള്ള ബങ്കറുകളൊന്ന് കണ്ടുപിടിക്കൂ എന്ന ചോദ്യമാണ് ഇറാൻ തിരിച്ച് ചോദിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഹൈഫ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കപ്പലുകൾക്ക് വരാൻ വേണ്ടി വലിയ ഭയമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കപ്പൽ ആക്രമിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ. അപ്പോൾ ഇവിടേക്ക് ചരക്ക് വസ്തുക്കളൊന്നും ഇല്ലാത്ത വിധം ഹൈഫ നഗരം, അതായത് സീപോർട്ട് അടച്ചിരിക്കുന്നു എന്നുള്ളത്, താൽക്കാലികമായിരിക്കുന്ന ഒരു അടക്കൽ നടത്തിയിരിക്കുന്നു. ഒരു ഉത്തരവുണ്ടാകുന്ന സമയത്ത് തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ അടച്ചിരിക്കുന്ന ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാൻ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും കാലത്ത് അവർ തുറന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ശക്തി ഉണ്ടാവാൻ പാടില്ല, ശക്തിക്ഷയം അവർക്ക് ഉണ്ടാവണം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ ഹൈഫ എന്ന ഒരു തുറമുഖം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അകത്തുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന 6 തുറമുഖങ്ങൾ, അതോടൊപ്പം തന്നെ എയർപോർട്ടുകൾ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പ് വളരെ സജീവമായ രീതിയിൽ ഇറാൻ ആക്രമിക്കുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ഹൈഫ നഗരത്തിനെ ആക്രമിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള മിസൈൽ അയച്ചു. ആ മിസൈലിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു, എങ്കിലും അവിടെ വീണ് പൊട്ടിയിട്ടുണ്ട്. വലിയ ഈ പരിക്ക് ഹോസ്പിറ്റലിൻ്റെ ഈ എയർപോർട്ടിൻ്റെ മേഖലക്കുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. മിസൈലിനെ ഞങ്ങൾ തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതും അത് ഹിസ്ബുള്ള ഗ്രൂപ്പാണ് വിട്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. അതിനപ്പുറം ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് ഒരുപാട് ഇസ്രായേലി സൈനികർ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ പിടിയിലായിരിക്കുന്നു എന്നതാണ്. എത്ര എങ്ങനെയൊന്നും പറയപ്പെട്ടതില്ല. 2 ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന്, അവരുടെ ടാങ്കിൽ വെച്ച് ഒരു ആക്രമണത്താൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു. അതോടൊപ്പം പുറത്തുള്ള ഒരു സൈനികന് കൊല്ലപ്പെട്ടിരിക്കുന്നത് 2 റിപ്പോർട്ടായി സ്ഥിരീകരിക്കപ്പെട്ടത്. പിടികൂടപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നല്ലൊരു സൈനിക വിഭാഗം ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിലാണ്. അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് അത് ഏത് തരത്തിലാണ് ഇനി ഇവരതിനു വേണ്ടി വില വീശുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം 967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ ഭാഗം ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. അത് തിരിച്ചു ചോദിച്ചുകൊണ്ടാണ് നിരന്തരം അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇങ്ങനെ സജീവമായത്. ഏകദേശം ഒരു 65% ഭൂപ്രദേശം അന്ന് പിടിച്ചെടുക്കപ്പെട്ടതും ലെബനാന് തിരിച്ചു പിടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറണം. 18% മുസ്ലിങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലുള്ളത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖലകളിൽ നിന്ന്, മുസ്ലിം മേഖലകളിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് ഇസ്രായേലിനെ കൂട്ടിച്ചേർത്തതോടനുബന്ധിച്ചാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേലിലെ രാജ്യത്തിൽ ഉൾപ്പെട്ട പൗരന്മാരായിട്ട് മാറിയത്. അപ്പോൾ ഇതിനെ വേർപെടുത്തണം എന്നുള്ളതും, ലെബനാൻ്റെ ഭൂമി ലെബനാനക്ക് നിർബന്ധമായിട്ടും വിട്ടുതരണം, അത് വിട്ടു തന്നിട്ടില്ലെങ്കിൽ കിട്ടുന്നിടത്തോളം കാലം തങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം ഈ അടുത്ത കാലത്ത് തുടങ്ങിയൊന്നല്ല. അത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും നടക്കുന്നു. ഏകദേശം 500ഓളം ആളുകൾ ലെബനാനിൽ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷമാണ് ശക്തമായിരിക്കും തിരിച്ചടി നൽകിയത്. അങ്ങനെയാണ് സൈനികർ പിടിക്കപ്പെട്ടത്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് ആക്രമണം നടത്തുന്നത്, ഹിസ്ബുള്ള ഗ്രൂപ്പാണ് ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമാണ് 2 കൂട്ടരും ഉപയോഗിക്കുന്നത് ഏറെക്കുറെ ഒരേ ഫലവും ശക്തിയുമുള്ള മിസൈലുകളാണ് എന്നാണ് പ്രത്യേകത. അത് ഇറാൻ്റെ നിർമ്മിതി ആവാനാണ് സാധ്യത. എന്നാൽ ഇറാൻ്റെ നിർമ്മിതി എങ്ങനെയാണ് ഈ പറയപ്പെട്ട ലെബനാനിൽ എത്തിയത് എന്നത് ഇപ്പോഴും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ തങ്ങളായിട്ടില്ല. ഒറ്റ കാര്യം മാത്രമാണ് ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്: തങ്ങളെ ആക്രമിച്ചിട്ടില്ലെങ്കിൽ
നമുക്ക് ആലോചിക്കാം. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എത്ര കാലം അവർ നടത്തുന്നു അത്രയും കാലം ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും. അതിൻ്റെ പ്രതിഫലനം അവർ അനുഭവിക്കേണ്ടി വരും. ലോകം അത് കാണുകയും ചെയ്യും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറയുന്ന കാര്യം. അപ്പോൾ മേഖലയിലുള്ള ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളും അവസാനിച്ചിട്ടില്ലെന്നും അത് ഇപ്പോഴും തുടരുന്നു എന്നതുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.